പാസ്റ്റിൽ നടക്കുന്നൊരു കാര്യം എനിക്ക് ഈ പ്ലാനറ്ററി പൊസിഷൻ കൊണ്ട് മനസ്സിലാകുമെങ്കിലും കേൾക്കുന്ന ആൾക്കും മനസ്സിലാകണം എന്നില്ലല്ലോ. മനസ്സിലാക്കി കൊടുക്കാനുള്ള ടൂളുകൾ നമ്മളതിൽ ഇല്ല. പക്ഷെ അവരുടെ ടെൻഡൻസികൾ അതൊക്കെ നമുക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് ഇതേപോലെ തന്നെ ആണെന്ന് അവർക്ക് മനസ്സിലാവും. അത് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു ചേഞ്ച് വരിക. എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ 9 കൊണ്ട് മാത്രം നമ്മൾ പൂർവ്വ ജന്മത്തെ പറയാനൊന്നും പറ്റില്ല. അത് പ്ലാനറ്ററി പീരീഡ് മൊത്തം ഗ്രഹനിലയുടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റും. നമസ്കാരം, ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയ അനുഭവങ്ങളും കൗതുകകരമായ കഥകളുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പമുണ്ട്. ശാന്ത ചേച്ചി, സ്വാഗതം. നമസ്തേ. ഇന്ന് നമുക്ക് പല പല അനുഭവങ്ങൾ, ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ശരിക്കും നമുക്ക് ഒത്തിരി കമൻസൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇടയ്ക്ക് കുറച്ചൊരു അസൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും ഇനി തുടരെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും പുതിയ അറിവുകൾ പകരുന്നതിനായിട്ട് ചേച്ചി, ഇന്നത്തെ ചേച്ചിയുടെ അനുഭവം എന്താണ്? നമ്മളോട് പങ്കുവെക്കാനുള്ള ചേച്ചിയുടെ അനുഭവം എന്താണ്? സാധാരണ ഗതിയിലേ എനിക്ക് തന്നെ കൗതുകം ഉണ്ടായൊരു കാര്യമാണ്. സാധാരണ ഗതിയിൽ നമ്മളൊരു കാര്യം പറയും, ഇപ്പോൾ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കഥകളാണ് നമ്മൾ കൂടുതലും പറയാറുള്ളത്. അല്ലാതെ ഉള്ളതും പറയാറുണ്ട്. അത് അവരുടെ ചില ജീവിതത്തിലെ ഇഷ്ടങ്ങൾ ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ ഡാൻസറാണ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഡാൻസിനോടൊരു വലിയ ഇഷ്ടം ഉണ്ടായിരുന്നോ? അങ്ങനെ അവരെ അതൊന്ന് കൺവിൻസ് ചെയ്തിട്ട് പിന്നെ ആണ് അതിനെപ്പറ്റി ഞാൻ പറയുക. കാരണം പാസ്റ്റിൽ നടക്കുന്നൊരു കാര്യം എനിക്ക് ഈ പ്ലാനറ്ററി പൊസിഷൻ കൊണ്ട് മനസ്സിലാകുമെങ്കിലും കേൾക്കുന്ന ആൾക്കും മനസ്സിലാകണം എന്നില്ലല്ലോ. മനസ്സിലാക്കി കൊടുക്കാനുള്ള ടൂളുകൾ നമ്മളതിൽ ഇല്ല. പക്ഷെ അവരുടെ ടെൻഡൻസികൾ അതൊക്കെ നമുക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് ഇതേപോലെ തന്നെ ആണെന്ന് അവർക്ക് മനസ്സിലാവും. അത് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു ചേഞ്ച് വരിക. അപ്പോൾ അങ്ങനെയാണ് അവർ ആ കർമ്മയിൽ നിന്ന് പുറത്തു വരുന്നത്. കർമ്മ ബന്ധം എന്ന് പറയുന്നത് തന്നെ മനസ്സിലുള്ള ഇംപ്രഷനാണല്ലോ. ആ ഇംപ്രഷൻസ് ആണ് പലതരത്തിൽ പെരുമാറാൻ പ്രേരകമാകുന്നത്. അപ്പോൾ അത് അറിയുന്ന മൊമെൻറ്റിൽ തന്നെ ഒരു വലിയ ഉള്ളിലൊരു വെളിച്ചം വീശും. അതാണ് അവർക്കുണ്ടാകുന്ന അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൗതുകകരമായ കാര്യമായിരുന്നു. ഇപ്പോൾ ഒരമ്മ എന്നോട് അവരുടെ മകൾക്ക് എങ്ങനെയൊക്കെ ആയാലും വിവാഹത്തിന് താല്പര്യമില്ല. അവർ വിദേശത്ത് താമസിക്കുന്ന ഫാമിലിയാണ്, പക്ഷേ മലയാളികളാണ്. അപ്പോൾ ഒരു മലയാളി അമ്മയെ സംബന്ധിക്കുന്നിടത്തോളം മകൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ കുട്ടി നല്ല ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ. അതെ, വിവാഹം പറയുന്നത്. അപ്പോൾ ആ കുട്ടി നല്ല ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, എല്ലാം സ്വന്തമായി ചെയ്യാനുള്ള വളരെ എല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പവും പറയാനില്ലാത്ത ഒരു കുട്ടിയാണ്. കേപ്പബിൾ ആയിട്ടുള്ള എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, കേപ്പബിളാണ്, എല്ലാം. അപ്പോൾ ഇങ്ങനെ അമ്മ നിർബന്ധിക്കുന്നു, കുട്ടി സമ്മതിക്കുന്നില്ല. അതാണ് അവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നത് ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ കല്യാണം കഴിക്കാതെ പിന്നെ വയസ്സായി ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് മരിച്ച ആളാണ്. അപ്പോൾ ആ കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ ഒരു വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അറിയപ്പെടുന്ന ആളായിരുന്നു. അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പം അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ആളാണ്. അതിൽ അറിയപ്പെടുക, അതിൽ എത്തേണ്ട തലത്തിലെത്തിയ ഒരാളാണ്. അപ്പോൾ ഈ അമ്മ എന്നോട് ചോദിച്ചത് പുരുഷനായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു അതെ, ഒരു പുരുഷനാണ്, വയസ്സായിട്ട് തന്നെയാണ് മരിച്ചത്, വയസ്സാകുന്നതുവരെ ഒറ്റയ്ക്ക് താമസിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്ന ആളാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളുടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളൊരു കടങ്കഥയുടെ ഉത്തരം കണ്ടുപിടിക്കുന്ന പോലെയുള്ള ഒരു ത്രില്ലുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇല്ലാത്തൊരു സ്ഥലത്തോട് വഴിയുണ്ടാക്കി പോകുമ്പോൾ ഉള്ള ഒരു ത്രില്ല് പോലെയാണ്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അപ്പോഴാണ് ഈ കോമ്പിനേഷൻ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുകയും അതിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ ഇത് പിന്നെ എഴുതുകയോ അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കാലം ജീവിച്ചിട്ടുണ്ടാകും? വീണ്ടും വയസ്സായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരുപാട് വയസ്സായി, കല്യാണമേ കഴിച്ചിട്ടില്ല, അതിൽ സന്തോഷം, അതിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ലൈഫായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞത്, ഇവരുടെ മകള് കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും
പറയുമായിരുന്നു എന്ന്. ഞാനൊരു ആ രൂപം പോലും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. ആ രീതിയിലുള്ള ഒരാളായിരുന്നു. ഈ ഈസ്റ്റേൺ യൂറോപ്പിൽ ജീവിച്ചിരുന്ന. എന്നോട് ചോദിച്ചു ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈസ്റ്റേൺ യൂറോപ്പ് ഉള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റേൺ ഏരിയയാണ് കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, കുട്ടി പറയുന്നതും ഈസ്റ്റേൺ യൂറോപ്പിൽ കാണുന്ന വസ്ത്രധാരണ രീതിയുള്ള വൃദ്ധനായിട്ട് ഒരാളിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അതുവഴിയൊക്കെ നടക്കുന്നു, അങ്ങനെയുള്ള വിഷ്വലാണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ കുട്ടി എപ്പോഴും പറയും, ഞാൻ ഇങ്ങനെ ജന്മത്തിൽ ഞാൻ എഴുത്തുകാരനായിരുന്നു, ഇങ്ങനെയാണ് എൻ്റെ രൂപം. എപ്പോഴും കുഞ്ഞിലെ ഏകദേശം കുറച്ച് പ്രായമുള്ള സാധാരണ ചെറിയ കുട്ടികൾക്ക് അങ്ങനെയുള്ള വിഷൻസ് ഉണ്ട്. പക്ഷെ ഇത് ടീനേജിനോട് അടുത്ത പ്രായത്തിലുമൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് ഭയങ്കര ഒരു കൗതുകമായി പോയി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു കേസിൽ നമുക്കിപ്പം ആ കുട്ടിക്ക് വിഷൻ ഉണ്ടായിരുന്നു, അറിയാമായിരുന്നു. അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മുടെ വാസനകളിൽ പലതും പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണല്ലേ, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ. ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയാം, ഒരാൾക്ക് പഴം ഇഷ്ടമേ അല്ല, പഴം ഇഷ്ടമല്ല, പഴം കാണുന്നത് തന്നെ ദേഷ്യമാണ്. അതിന് പെർട്ടിക്കുലർ റീസൺ അത് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതൊന്നുമല്ല. പഴം, തൈര്, പാല് കുഴപ്പമില്ല, തൈര് കാണുന്നതേ ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ നമ്മളുടെ പല ജന്മനാ ഉള്ള കാരണമില്ലാത്ത കാര്യങ്ങളൊക്കെ പഴയ ജന്മമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ആ ജന്മത്തിൽ ഒരു വസ്തു കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം ആരെങ്കിലും ഇത് കഴിച്ചിട്ട് ഒരു മടുത്തിട്ടുണ്ടാകും. അങ്ങനെ പല കാരണങ്ങൾ വരാം. എന്തായാലും ആ ജന്മത്തിൽ തന്നെ അവർക്ക് ആ വസ്തു വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ളൊരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ നമ്മുടെ ശരിക്കും ഈ പാസ്റ്റ് ലൈഫ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഏതെങ്കിലും പെർട്ടിക്കുലർ ഭാവമാണോ അതോ ഏതെങ്കിലും ഗ്രഹമാണോ? നമ്മളിപ്പോൾ പറയുന്ന ഭാവങ്ങൾ എന്ന് പറയുന്ന 9ാം ഭാവം എന്നൊക്കെ പറയും. പക്ഷെ 9ാം ഭാവം കൊണ്ടല്ല, മാത്രമല്ല ഈ ജാതകം അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 1 മുതൽ 12 ഭാവങ്ങളാണുള്ളത്. അത് ഒരു വ്യക്തി ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ അനുഭവങ്ങളും ഈ 12 ഭാവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതെ, അതിനെപ്പറ്റി അപ്പം ജനിക്കുന്നു, പിന്നെ നമ്മളിവിടുന്ന് മാറ്റപ്പെടുന്നു. അതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ബാഹ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോക വ്യവഹാരത്തിലുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുമാണ്. അതോടൊപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ നമ്മളിൽ നടക്കുന്ന സംവേദനങ്ങളും ഇതുകൊണ്ട് തന്നെ അറിയാം. അതിന് പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഒരു ബാഹ്യമായ കാര്യമാണ്. പക്ഷെ അതിൻ്റെ രുചി എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമെന്നുള്ളത് സൂക്ഷ്മമായ കാര്യമാണ്, ആഭ്യന്തരമായ കാര്യമാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ 9 കൊണ്ട് മാത്രം നമ്മൾ പൂർവ്വജന്മത്തെ പറയാനൊന്നും പറ്റില്ല. അത് പ്ലാനറ്ററി പീരീഡ് മൊത്തം ഗ്രഹനിലയുടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഗ്രഹം നിൽക്കുന്നു, ആ ഗ്രഹം എങ്ങനെ നിൽക്കുന്നു, അപ്പോൾ ആ ഗ്രഹത്തിന് ബലമുണ്ടോ, ബലം കുറവാണോ, ബലമുള്ള ഗ്രഹമാണ് ഫലം കൊടുക്കാൻ കഴിവുള്ള ഗ്രഹം. ചിലർ പറയും ജാതകത്തിൽ യോഗങ്ങളുണ്ട്, പക്ഷെ ഒന്നും അനുഭവത്തിൽ വരുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. അതുകൊണ്ടൊരു നിശ്ചിത ഭാവങ്ങൾ കൊണ്ട് മാത്രം ഇതിനെപ്പറ്റി പറയാൻ പറ്റുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പം ഗ്രഹനില എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വിവാഹത്തെ പറ്റിയാണ് ഇവർ ചോദിച്ചത്. വിവാഹത്തെ പറ്റി ചോദിക്കുമ്പോൾ വിവാഹത്തിന് തടസ്സമുള്ള കാര്യം എന്താണെന്നുള്ളതാണ് ചോദ്യം വന്നത്. അല്ലാതെ പൂർവ്വജന്മത്തിൽ ഇയാൾ എന്തായിരുന്നു എന്നുള്ളതല്ല നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ അവർ ചോദിക്കുന്ന കുട്ടിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഈ ജന്മത്തിലും ജാതകപ്രകാരം വിവാഹത്തിന് താല്പര്യമില്ല. അപ്പോൾ ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ പുരുഷന്മാരോട് വിരോധമൊന്നും ഇല്ലാതെ, അപ്പോൾ വിവാഹത്തിന് ആഗ്രഹം വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ 7ാം ഭാവത്തിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ തടസ്സമായിട്ടുള്ള കാര്യം എന്താണ്? അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് 7ാം ഭാവപതി പോയിട്ട് 9 നിൽക്കുന്നുണ്ട്. 9മായിട്ടൊരു ബന്ധമുണ്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും. അപ്പോൾ പിന്നെ വേറെ അതിന് തടസ്സമായിട്ടുള്ള നിൽക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് പോവുക? അതേ എല്ലാത്തിലും ഒരുപോലെയല്ല. എല്ലാ
ഗ്രഹനിലകളിലും ഒരേപോലെയല്ല. ഇപ്പോൾ ഒരാൾക്ക് കർമ്മത്തിന് തടസ്സമുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് കർമ്മത്തിൽ ഉയർച്ചയും താഴ്ച എല്ലാം ഉണ്ട്. പക്ഷേ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് അതിലേക്ക് പോവുക. ഇപ്പോൾ ഒരാൾ വന്നിട്ട് കഴിഞ്ഞ് എന്നോട് പറയും, എൻ്റെ കുറെ ഇപ്പോൾ പഴയ ജന്മങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ തോന്നില്ല. നമുക്കതിനോട് ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോടൊരു കാര്യം ചോദിക്കും. ഇപ്പോൾ കവിത എന്നോടൊരു കാര്യം ചോദിക്കുമ്പോൾ കവിതയ്ക്ക് ജെനുവിനായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ എനിക്കും കവിതയോടൊപ്പം തന്നെ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം, ഒരു ഇഫക്റ്റിൻ്റെ കോസായിട്ട് വരണം അല്ലേ? അപ്പോൾ കവിതയോട് കവിതയ്ക്ക് വിഷമമുണ്ടല്ലോ, അത് അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. ശരി, എന്നാൽ അന്വേഷിച്ച് പോകാം. അപ്പോൾ ആ അന്വേഷിച്ച് പോകുമ്പോൾ ഞാനില്ല അവിടെ. മനസ്സിലായി. ആ സംഭവമുണ്ട്, സംഭവത്തിന് പിന്നാലെ പോകുന്ന ഏതോ ഒരു എനർജി ഉണ്ട്. അങ്ങനെയാണ് അതിനെ കൊണ്ട് എത്തുക. അല്ലാതെ ചുമ്മാ നിങ്ങൾ ആരുടെയൊക്കെ പാസ്റ്റ് ലൈഫിനെ പറ്റി പറഞ്ഞല്ലോ, ശരി എൻ്റെ പാസ്റ്റ് പറയും, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, ചിലരങ്ങനെ ചോദിക്കും, ഞാൻ പറയാം അത് നമുക്ക് പിന്നെ പറയാം, വരട്ടെ, നിങ്ങൾക്കിപ്പോൾ വേറെന്താ അറിയണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവരെന്തെങ്കിലും ഇപ്പോഴുള്ള കാര്യം ചോദിക്കും. അങ്ങനെ പോയി വരുമ്പോൾ പിന്നെ പാസ്റ്റിനെ പറ്റിയും കൂടെ നമ്മൾ സംസാരിക്കും. അല്ലാതെ ഇപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല. കാരണം ഇപ്പം ഞാനില്ല അവിടെ. മനസ്സിലായില്ലേ? കവിതയുടെ ആവശ്യമാണ്. പിന്നെ ജോലി തടസ്സമാണോ, ആരോഗ്യമാണോ, വിവാഹ തടസ്സമാണോ, വിവാഹമാണോ പ്രശ്നം, ഇതെല്ലാം കവിതയാണ് പറയുന്നത്. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തോട് നമ്മൾ ചേർന്നിട്ട് അതിൻ്റെ എന്താണ് കാരണം എന്ന് അന്വേഷിക്കണം. അതൊരു വളരെ എന്താ പറയുക, അതിനെ നമുക്ക് വിശദീകരിക്കാൻ പ്രയാസമുള്ളൊരു ഭാവമാണത്. ഓർഗാനിക്കായിട്ട് ഹാപ്പൻ ചെയ്യുന്നതാണ്. അപ്പം ഞാനില്ല, ഞാൻ പറയുന്നു അല്ലെങ്കിൽ എനിക്ക് കണ്ടെത്തണം എന്നില്ല. ഇത് കവിതയ്ക്ക് അറിയേണ്ട കാര്യമാണ്. കണ്ടെത്തപ്പെടണം. അപ്പോൾ ആ കണ്ടെത്തപ്പെടണം എന്നുള്ള ഒരു എനർജി മാത്രമേ ഉള്ളൂ അവിടെ. അതിലൊരു കാരണമാകണം അല്ലേ? അത് അപ്പം നമ്മൾ വെളിച്ചം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മളൊരു പ്രകാശം തെളിക്കുകയാണ്. അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണ് അത് പോവുക. വേറെ സബ്ജക്റ്റ് പോലെയല്ല. അതാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അസ്ട്രോളജി ഇപ്പോൾ 10 പേര് പറഞ്ഞാൽ 10 രീതിയിൽ പറയുമെന്ന് പറയാറില്ലേ, സ്വാഭാവികമായിട്ടും. കാരണം ഒരു ഗ്രഹം അവിടെ നിന്ന് നമുക്കൊരു 100 കണക്കിന് കാര്യങ്ങൾ പറയാൻ പറ്റും. അതിൽ ഇവിടെ ആപ്ലിക്കബിൾ ഇത് ആയിട്ടുള്ളത് എന്താണെന്ന് സെലക്ട് ചെയ്യപ്പെടുന്നതിലാണ്, അത് ഡയഗ്നോസിസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിലാണ് പ്രാധാന്യം. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. എനിക്ക് ഒരു കൗതുകം തോന്നിയ കാര്യം, ഇപ്പോൾ ഈ കുട്ടിക്ക് ഇത് വന്നല്ലോ, അത് എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ പാസ്റ്റ് ലൈഫ് അറിയാൻ പറ്റുന്നു, ചിലർക്ക് പറ്റുന്നില്ല? ഇപ്പം ഞാനൊന്നും ഇതുവരെ എൻ്റെ അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എലിവേറ്റഡ് സോൾസ് ആയതുകൊണ്ടാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ എൻ്റെ ഫാക്ടർ, അതോ ഇനി ജനന സമയം കൊണ്ടും അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ അങ്ങനെ ഒരു സമയത്ത് ജനിച്ചത് കൊണ്ട് നമുക്ക് പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനുള്ള ഒരു യോഗമുണ്ടോ, അതോ എല്ലാവരുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് വരുമോ, നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണോ? എന്താണ് ഇതിലെ ഒരു അത്? എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല. എല്ലാവർക്കും പാസ്റ്റ് അറിയാം, പക്ഷേ അത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല. ഈ ലൈഫിൽ നമ്മൾ എത്രമാത്രം സ്വസ്ഥമായിരിക്കും, സ്വസ്ഥാന്തരാത്മാവെന്നാണ് പറയുക അതിനെ. നമ്മൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യത്തോട് അത്രയും ഡെഡിക്കേറ്റഡ് ആകുക. ആ ലൈഫിൽ ഉണ്ടായിരുന്ന സോള് എഴുതുക എന്നുള്ളതാണ്. വേറൊന്നുമില്ല, വേറെ ലോകമില്ല. ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത ഒരു സോളാണ്. നമ്മളുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫ് പല ഇഷ്ടങ്ങളും പല ആവശ്യങ്ങളും പല മാനസിക വ്യാപാരങ്ങളാണ് നമുക്കുള്ളത്. അത് എത്രമാത്രം കുറയുന്നു അത്ര അനുസരിച്ച് മനസ്സ് സൂക്ഷ്മമാകുക ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സോള് വന്ന് ജനിക്കുമ്പോൾ ആ ഒരു അതതിനെ ഉണ്ടാകുമല്ലോ, ആ സോളിന്. ഈ കുട്ടി ഒരിക്കൽ മാത്രമല്ല, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചോദിച്ചാൽ കുട്ടിക്ക് വരച്ച് കാണിക്കാൻ അറിയാം ആ രൂപത്തെപ്പറ്റി, അതിൻ്റെ ഭാവത്തെപ്പറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം ആ സോൾ അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ വന്നപ്പോഴും ആ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികം ഒന്നിനും താല്പര്യമില്ല. ചെയ്യേണ്ട ജോലി എന്താണ്, അത് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സോളാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു മനസ്സിൻ്റെ ഒരിക്കൽ എത്രമാത്രം പ്യൂരിറ്റിയിലേക്ക് നമ്മൾ പോകുന്നു, ആ ഒരു ഇതിൻ്റെ അടുത്ത പടി എന്നുള്ള നിലയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ തീവ്രമായ ആഗ്രഹമായാലും വരും.
ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നത് പോലെ തന്നെ തീവ്രമായ ആഗ്രഹമായിരുന്നാലും ആ മെമ്മറി ഉണ്ടാകും. അത് അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് നമ്മൾ ചിലപ്പോൾ പലതിൻ്റെയും പുറകെ പോകും. അപ്പോൾ ഈ ശരിക്കും ഇപ്പം ചേച്ചി ആ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ നമ്മൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ എത്ര ഓളങ്ങൾ കുറയുന്നോ സ്റ്റില്ലാവും തോറും നമുക്ക് ഉള്ളിലേക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നു, ക്ലിയർ ആവുന്നു എന്നുള്ളതുപോലെ മനസ്സിൽ റിപ്പിൾസ് തോട്ട്സ് അങ്ങനെ കുറയുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ സമയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. തിരമാലകൾ കണ്ടില്ലേ, തിരമാലകൾ അത് തീരത്ത് മാത്രമല്ലേ, തിരമാലകൾ ഇതായി കഴിയുമ്പോൾ കടൽ ശാന്തമല്ലേ, ഉള്ളിലേക്ക് പോകുമ്പോൾ ശാന്തമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്ര ശക്തമായ ഇംപ്രഷൻസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് അത് ഒരു വലിയ മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണത്. ഇപ്പം ചില സ്ഥലങ്ങൾ നമുക്ക് കണ്ടാൽ റിപ്പീറ്റഡായിട്ട് അറിയാൻ പറ്റും, റിപ്പീറ്റഡായിട്ട് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകളായിരിക്കും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് നല്ല പരിചിതമായിട്ട് തോന്നും. അതെ അതെ, ഡേജാവൂ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയണ പോലെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള തോന്നൽ ഇവിടെ നമ്മൾ ചില റാൻഡം മൊമെന്റ്സിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പ് ഞാൻ ഇതേപോലെ ഇതേ നിമിഷത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി എന്നുള്ളത് പലപ്പോഴും തോന്നാറുണ്ട്. അത് മിക്കവാറും ആൾക്കാർക്കൊക്കെ വരാവുന്ന ഫ്ലാഷ്. ഓക്കെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് നമുക്ക് ഇപ്പം ചേച്ചി ഒരു ഇറ്റേണിറ്റി പ്രോസസ് ടീച്ചറും കൂടെ ആയതുകൊണ്ടാണ് ഇതിലൂടെ നമുക്ക് കോൺഷ്യസ്ലി കടന്നു പോകാൻ സാധിക്കും. അതായത് നമുക്ക് എഫേർട്ട് അല്ലെങ്കിൽ വി ക്യാൻ ബി ഗൈഡഡ് ഇൻ ടു അവർ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ ചെയ്യണം. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയും നമ്മൾ മനസ്സിനെ ശാന്തമാക്കുക ചെയ്യുന്നത്. ഒരു ട്രാൻസിലേക്ക് പോകുമ്പോൾ ആ ലൈഫ് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്യുന്നത്. അത് മനസ്സിനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിരിക്കും അല്ലേ? അല്ല, അത് നമ്മൾ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ ആരാണോ ഗൈഡ് ചെയ്യുന്നത് ആ ഗൈഡ് ചെയ്യുന്ന ആളെങ്ങനെ നയിക്കുന്നു എന്നുള്ളതനുസരിച്ച്. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെയും കണ്ടിട്ടുള്ള കേസുകളുണ്ട്. അല്ലാതെ ചില വിഷ്വൽസ് ആയിട്ട് കാണണമെന്നില്ല, വിഷ്വൽസാണ് കാണുക. വിഷ്വൽസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാരിറ്റി ചോദിക്കുന്നതനുസരിച്ചാണ്, അവരതിനെ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് അതിലേക്ക് പോവുക. അതൊരു ഹലൂസിനേഷൻ ആവാൻ സാധ്യതയില്ല? ഹലൂസിനേഷൻ ആവാൻ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പം ഞാനൊരു 1000-1500 പേർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി എങ്ങനെ പറയണമെന്നുള്ളതിൽ തന്നെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്നാലും പറയാം, ചോദിച്ചതല്ലേ. ചില ആൾക്കാർ കറക്റ്റായിട്ട് അവരുടെ പാസ്റ്റ് ലൈഫിലേക്കാണ് പോകുന്നത്. അത് അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർ അപ്പം തന്നെ പാസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഹാലൂസിനേഷനിലേക്ക് വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പാസ്റ്റ് ലൈഫ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ തീരുമാനിക്കും അവരെന്തോ വലിയൊരു സോളാണ്, ഞാൻ ഹനുമാനാണ്, അർജുനാണ്, കുന്തി ദേവിയാണ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ചിലർ ബോധപൂർവം പറയും, ചിലർ ഹാലൂസിനേഷനെ പറയും, ചിലർ അവർ വലിയൊരാളാണെന്ന് ഇരിക്കുന്ന ആൾ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയുണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഒരു ഹാലൂസിനേഷനിലേക്ക് അങ്ങ് പോവാണ്, അവർ വേറെ ഏതൊരു വേൾഡാണ്. പക്ഷെ ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചെയ്ത് 100% ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ കീനായിട്ട് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പോൾ ആ മൂവ്മെൻറ്റും എല്ലാം നമുക്ക് ശബ്ദത്തിൻ്റെ ടോണും എല്ലാം ഉണ്ട്. പിന്നെ കണ്ണുകൾ അനങ്ങും, കണ്ണടച്ചിരിക്കുകയാണെങ്കിലും കണ്ണുകൾ അനങ്ങുന്ന രീതികളും എല്ലാം കൊണ്ട് നമുക്ക് അറിയാം. പക്ഷെ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അവരുടെ ലൈഫ് തന്നെ, ലൈഫ് എക്സ്പീരിയൻസ് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ചോദ്യത്തിന് ഒരു ഉത്തരം പറയുമ്പോഴാണ്. നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടുപോവുകയാണ് അവരുടെ ലൈഫിലേക്ക്. ഇപ്പോൾ ഒരാളെ കണ്ടു, അതെവിടെയാണ്, എങ്ങനെയുള്ള വീടാണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് അവർ ബന്ധുക്കൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവർ പറയുക. അപ്പോൾ ചോദ്യത്തിന് നമുക്കിപ്പം കവിത ഒരാളോട് ചോദിക്കുന്നു, അവർ പ്രോപ്പറായിട്ട് ഉത്തരം തരുമ്പോഴും അല്ലാതെ എപ്പോഴും കേട്ടാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ചില വ്യക്തികളുടെ മൈൻഡ് ഹാലൂസിനേഷനിലേക്ക് പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലുള്ള, ഫേവറേഷൻസ് ഒക്കെ കൂടുതലുള്ള ആൾക്കാർ, മൈൻഡ് സെറ്റിൽഡ് അല്ലാത്ത ആൾക്കാർ. എന്തായാലും പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മുന്നിലും പല എപ്പിസോഡ്സിലും നമ്മൾ പാസ്റ്റ് ലൈഫ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കർമ്മ തിയറിയെ കുറിച്ച് പറയാറുണ്ട്. എല്ലാം ആത്യന്തികമായി ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു എക്സ്പീരിയൻസും രസകരമായ കുറേ ഫാക്ട്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നമസ്കാരം.